യുകെയിലുള്ള മാതാപിതാക്കളുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് കുട്ടീനെ ഗ്രാമർ സ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ളത്. എന്താണ് ഈ സംഭവം? അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, ഗ്രാമർ സ്കൂൾസിനെ നമ്മൾ സെലക്റ്റീവ് സ്കൂൾസ് എന്ന് പറയും, 11+ എന്ന് പറയാറുണ്ട്. അതായത് 11 വയസ്സിന് ശേഷമുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എക്സാംസാണ് ഗ്രാമർ സ്കൂൾ. അപ്പോൾ കുട്ടി 6ാം ക്ലാസ്സിൻ്റെ തുടക്കത്തിലാണ് ഈ സെലക്റ്റീവ് സ്കൂൾസിലോട്ട് വേണ്ടിയിട്ട് എക്സാംസ് എഴുതുന്നത്. പ്രധാനമായിട്ട് ഇത് വെർബൽ റീസണിങ് സ്കിൽസ്, നോൺ വെർബൽ റീസണിങ് സ്കിൽസ്, മാത്തമാറ്റിക്കൽ റീസണിങ് സ്കിൽസ്, ഇംഗ്ലീഷ് സ്കിൽസ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ ഒരു കരിക്കുലം ഇല്ല. അപ്പോൾ ഓരോ സ്കൂൾസിന് വേജ് ഫ്രം സ്കൂൾസ് ടു സ്കൂൾ. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഈ പറയുന്ന ക്വാളിറ്റീസ്, ഇതിൻ്റെ ടൈം മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞ റീസണിങ് സ്കിൽസിന് വേണ്ടി കുട്ടികളെ എക്യുപ്പ് ചെയ്യുക, ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളത്. ഏകദേശം ഒരു 2 വർഷത്തൊക്കെ പ്രിപ്പറേഷൻസ് യൂഷ്വലി ആവശ്യം വരാറുണ്ട് ഇതിന്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ ഗ്രാമർ സ്കൂളിൽ? കുറച്ചും കൂടി അക്കാഡമിക്കലായിട്ടുള്ള ഒരു റിഗ്രസ് കരിക്കുലമാണ് ഉള്ളത്. അപ്പോൾ GCSE A ലെവൽ കോച്ചിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മോൾ ഗ്രൂപ്പ് സെറ്റിങ്സിലുള്ള ഒരു അക്കാഡമിക്കലി ഫോക്കസ്ഡ് കരിക്കുലമാണ് അവിടെ കൂടുതലും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഫെസിലിറ്റീസും ഉണ്ട്. കുറച്ചുകൂടി ഇതേ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻസ് പ്രൈവറ്റ് സ്കൂളിൽ കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പെൻസീവാണ്. അതേ ലെവൽ എഡ്യൂക്കേഷൻ ഗ്രാമർ സ്കൂൾസ് നമുക്ക് ലഭ്യമാണ്. നല്ല വിദ്യാഭ്യാസം കിട്ടും. കിട്ടും, അതെ.